ഹിരോഷിമ നഗരത്തിന് പ്രത്യേകമായ ഒരു മുഖവുരയുടെ ആവശ്യമില്ല. 1945 ആണവ ബോംബാക്രമണത്തിൽ 10,000-കണക്കിന് ആളുകൾ തൽക്ഷണം കൊല്ലപ്പെടുകയും ലക്ഷത്തിലേറെ ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച നഗരം. ലോകചരിത്രത്തിൽ ആണവയുഗത്തിന്റെ തുടക്കത്തിന് വഴിതെളിച്ച ഈ നഗരം ഇന്ന് ലോക സമാധാനത്തിന്റെ പ്രതീകമായും യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായും നിലകൊള്ളുന്നു. അതേസമയം യുദ്ധക്കെടുതിയിൽ തളർന്നു പോകാതെ അതിജീവനത്തിന്റെ അസാധാരണ മാതൃക ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ജനതയാണ് ഇവിടുത്തേത്. അവരുടെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ചാരത്തിൽ നിന്ന് പുനർജനിച്ച ഫീനിക്സ് പക്ഷിയെപ്പോലെ ഹിരോഷിമയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആണവ ബോംബ് സൃഷ്ടിച്ച മുറിവുകളുടെ ഓർമ്മകൾ ഇന്ന് ചില സ്മാരകങ്ങളിൽ മാത്രം അവശേഷിക്കുമ്പോൾ നഗരം ആധുനിക വികസനത്തിലും സാംസ്കാരിക പുനരുജ്ജീവനത്തിലും ലോകത്തിലെ മുൻനിര നഗരങ്ങളോടൊപ്പം സ്ഥാനം നേടിയിരിക്കുന്നു. പോകാം, ചരിത്രവും സമാധാനവും പ്രത്യാശയും ഒരുമിച്ച് പറയുന്ന സിറ്റി ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ആ അത്ഭുത നഗരത്തിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഹിരോഷിമ നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഡൗൺ ടൗൺ, തുടർന്ന് ഹൊണ്ടോറി ഷോപ്പിംഗ് സ്ട്രീറ്റ്, അടുത്തതായി ആറ്റമിക് ബോംബ് ഡോം, പിന്നെ പീസ് മെമ്മോറിയൽ പാർക്ക്, തുടർന്ന് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം, അവിടെ നിന്നും ഹിരോഷിമ കാസിൽ, അടുത്തതായി മിറ്റാക്കി ദേര ടെമ്പിൾ, അവസാനമായി മിയാജിമ ഐലൻഡ്. ഹിരോഷിമ ഡൗൺ ടൗണിൽ നിന്ന് തന്നെ ഈ യാത്ര ആരംഭിക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ആണവ ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായി തകർന്നുപോയ പ്രദേശങ്ങളിലൊന്നാണിത്. എന്നാൽ ആ ദുരന്തത്തിന്റെ കഥകൾക്കൊന്നും ഇപ്പോൾ ഇവിടുത്തെ ദൈനംദിന ജീവിതത്തിൽ സ്ഥാനമില്ല. ഇന്ന് പശ്ചിമ ജപ്പാനിലെ പ്രധാന വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി ഈ പ്രദേശം വളർന്നിരിക്കുന്നു. ഡൗൺ ടൗണിലെ തെരുവുകളിലൂടെ നമുക്കൊന്ന് നടക്കാം. വളരെ ഭംഗിയോടെയും വൃത്തിയോടെയും ഈ പ്രദേശം സംരക്ഷിച്ചിരിക്കുന്നു. നഗരാസൂത്രണത്തിന്റെ മികവും രൂപകൽപ്പനയുടെ സൗന്ദര്യവും എവിടെയും പ്രകടമാണ്. വിശാലമായ റോഡുകൾ, ടൈൽ പാകിയ നടപ്പാതകൾ, മനോഹരമായി ഒരുക്കിയിട്ടുള്ള കടകൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തിന് കൂടുതൽ ഭംഗി പകരുന്നു. ഇടയ്ക്കിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളും പൂച്ചെടികളും നഗരത്തിന് പച്ചപ്പിന്റെ മനോഹാരിതയും നൽകുന്നു. ആധുനിക നഗരാസൂത്രണവും പൊതുഗതാഗത സംവിധാനങ്ങളും നഗരപരിപാലനത്തിലെ കാര്യക്ഷമതയും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ട്രാമുകൾ ഹിരോഷിമ ഡൗൺ ടൗണിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിലൊന്നാണ്. വ്യത്യസ്ത രൂപകൽപ്പനകളിലുള്ള ട്രാമുകൾ നഗരവീഥികളിലൂടെ ശാന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ട്രാമിൽ കയറിയുള്ള ഒരു യാത്ര ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത രീതിയും നഗരത്തിന്റെ ദൈനംദിന ചലനങ്ങളും അടുത്തറിയാൻ മികച്ച അവസരമാണ്. മനോഹരമായ ബഹുനില കെട്ടിടങ്ങൾ ഡൗൺ ടൗണിൽ പലയിടങ്ങളിലായി കാണാം. ആധുനിക വാസ്തുവിദ്യയുടെ മനോഹാരിത പ്രകടമാക്കുന്ന ഈ കെട്ടിടങ്ങൾ നഗരവികസനത്തിന്റെ പ്രതീകങ്ങളാണ്. ഹിരോഷിമ മ്യൂസിയം ഓഫ് ആർട്ട്, ഹിരോഷിമ കാസിൽ മ്യൂസിയം തുടങ്ങിയ സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ ഭാഗത്തുണ്ട്.
കലയും ചരിത്രവും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവ മികച്ച അനുഭവം സമ്മാനിക്കും. ഉദ്യാനങ്ങളാണ് ഡൗൺ ടൗണിലെ മറ്റൊരാകർഷണം. ജനങ്ങൾക്ക് വിശ്രമിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനുമായി ചെറുതും വലുതുമായ നിരവധി സിറ്റി പാർക്കുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പച്ചപ്പിന്റെ തുരുത്തുകൾ നഗരജീവിതത്തിന് പുതുമയും ഉന്മേഷവും പകരുന്നു. ഭക്ഷണപ്രിയർക്കും വേണ്ടതെല്ലാം ഡൗൺ ടൗണിലുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകൾക്കൊപ്പം ഹിരോഷിമയുടെ പ്രശസ്തമായ ഒക്കോനോമിയാക്കി രുചിക്കാനുള്ള നിരവധി പ്രത്യേക റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഒക്കോനോമിമുറ എന്ന ഭക്ഷണ സമുച്ചയത്തിൽ ഒക്കോനോമിയാക്കിയുടെ വിവിധ രുചിഭേദങ്ങൾ രുചിച്ചറിയാനുള്ള അവസരമുണ്ട്. ഉരിസുരു ടവർ ഡൗൺ ടൗണിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. നഗരത്തിന്റെ മനോഹരമായ പനോരമിക് കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്ന ഒബ്സർവേഷൻ ഡെക്കാണ് ടവറിന്റെ പ്രധാന പ്രത്യേകത. ഷോപ്പുകളും കഫേകളും ഉൾക്കൊള്ളുന്ന ഈ ആധുനിക ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ആറ്റമിക് ബോംബ് ഡോമിന്റെയും ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിന്റെയും വിസ്മയകരമായ കാഴ്ച ആസ്വദിക്കാനാകും. ഹൊണ്ടോറി ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. മേൽക്കൂരയോടുകൂടിയ ഈ പെഡസ്ട്രിയൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഹിരോഷിമ നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഡൗൺ ടൗണിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ട്രീറ്റിന് ഏകദേശം 570 മീറ്റർ നീളമുണ്ട്. ഇരുവശങ്ങളിലുമായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളിൽ നിരവധി കടകളും റെസ്റ്റോറന്റുകളും വിവിധ വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഫാഷൻ സ്റ്റോറുകൾ, ജാപ്പനീസ് അന്തർദേശീയ ബ്രാൻഡുകളുടെ ഷോറൂമുകൾ, കോസ്മെറ്റിക് സ്റ്റോറുകൾ, പുസ്തകശാലകൾ, കഫേകൾ തുടങ്ങി വൈവിധ്യമാർന്ന സ്ഥാപനങ്ങൾ ഇവിടെ സജീവമാണ്. മനോഹരമായ ജാപ്പനീസ് കരകൗശല വസ്തുക്കൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, വിവിധ സമ്മാന വസ്തുക്കൾ എന്നിവ ഇവിടെ സുവനീർ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനാകും. ഭക്ഷണപ്രിയർക്കും ഹൊണ്ടോറി മികച്ച തെരഞ്ഞെടുപ്പാണ്. ജാപ്പനീസ് വിഭവങ്ങൾ മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രുചികൾ വരെ വിളമ്പുന്ന നിരവധി റെസ്റ്റോറന്റുകളും കഫേകളും ഇവിടെ പ്രവർത്തിക്കുന്നു. മേൽക്കൂരയുള്ളതിനാൽ മഴയോ കടുത്ത വെയിലോ ഷോപ്പിങ്ങിനെ കാര്യമായി ബാധിക്കാറില്ല. സായാഹ്നങ്ങളിലാണ് ഹൊണ്ടോറി ഏറ്റവും സജീവമാകുന്നത്. ഷോപ്പിങ്ങിനും ഭക്ഷണം ആസ്വദിക്കാനുമായി നാട്ടുകാരും വിനോദസഞ്ചാരികളും ഒരുപോലെ ഇവിടെ എത്തിച്ചേരുന്നു. കൂടാതെ വിശേഷ ദിവസങ്ങളിൽ കലാപരിപാടികളടക്കം ആഘോഷങ്ങളും ഇവിടെ ഉണ്ടാകും. ഇനി കാണേണ്ടത് ഹിരോഷിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ആറ്റമിക് ബോംബ് ഡോമാണ്. 1945 ഓഗസ്റ്റ് 6 ആണവ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഹിരോഷിമയുടെ വലിയൊരു ഭാഗം അതിശക്തമായ ചൂടിലും സ്ഫോടന തരംഗത്തിലും തകർന്നടിഞ്ഞു. ഏകദേശം 7000 ഡിഗ്രി സെൽഷ്യസോളം ചൂടാണ് അപ്പോൾ ഈ പ്രദേശത്തുണ്ടായത്. അന്ന് ഹിരോഷിമ പ്രിഫെക്ചറൽ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ എന്നറിയപ്പെട്ടിരുന്ന ഈ കെട്ടിടം പൂർണ്ണമായി തകർന്നു പോകാതെ അവശേഷിച്ചു. സ്ഫോടനത്തെ അതിജീവിച്ച ചുരുക്കം ചില കെട്ടിടങ്ങളിൽ ഒന്നായതിനാൽ പിന്നീട് ഇത് ആറ്റമിക് ബോംബ് ഡോം എന്ന പേരിൽ സംരക്ഷിക്കുകയും സമാധാനത്തിന്റെ പ്രതീകമായി നിലനിർത്തുകയും ചെയ്തു. ഇന്ന് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. സമീപത്ത് തന്നെ അയോയ് പാലം സ്ഥിതി ചെയ്യുന്നു. ഇംഗ്ലീഷ് അക്ഷരമായ ടിയുടെ ആകൃതിയിലുള്ള ഈ പാലം ആകാശത്ത് നിന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുമായിരുന്നതിനാൽ ബോംബ് വഹിച്ച വിമാനത്തിന്റെ ലക്ഷ്യസൂചകമായി കൊടുത്തിരുന്നത് ഈ പാലമാണ്.
എന്നാൽ ബോംബ് പൊട്ടിത്തെറിച്ചത് പാലത്തിന് മുകളിലല്ല. അതിൽ നിന്ന് അല്പം ദൂരെ ഷിമ ആശുപത്രിക്ക് മുകളിൽ ഏകദേശം 600 മീറ്റർ ഉയരത്തിലായിരുന്നു. ഇവിടെ നിന്ന് നടന്ന് ആറ്റമിക് ബോംബ് ഡോമിന്റെ പരിസരത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിരവധി സ്മാരകങ്ങളും ശില്പങ്ങളും കാണാം. അവയിൽ നഗരത്തിന്റെ പുനർജന്മത്തെയും സമാധാനത്തിന്റെ സന്ദേശത്തെയും പ്രതിനിധീകരിക്കുന്ന റെഡ് ബേർഡ് മോനുമെന്റും ശ്രദ്ധേയമാണ്. തകർന്ന കെട്ടിടം ഇന്നും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ സ്മാരകത്തിന് ചുറ്റും നടന്നുകൊണ്ട് ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായ ഈ സ്ഥലത്തെ അടുത്തറിയാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്തതായി നമുക്ക് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലേക്ക് പോകാം. ആണവ ബോംബാക്രമണത്തിന്റെ ഓർമ്മകൾ വിവിധ സ്മാരകങ്ങളിലൂടെയും ഇൻസ്റ്റലേഷനുകളിലൂടെയും അവതരിപ്പിക്കുന്നതാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിന്റെ പ്രധാന പ്രത്യേകത. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് വിക്ടിംസ് മെമ്മോറിയൽ സെനോടാഫ്. കമാന ആകൃതിയിലുള്ള കോൺക്രീറ്റ് നിർമ്മിതിയായ ഇത് ആണവ ബോംബാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ പ്രതീകാത്മക ശവകുടീരമാണ്. സെനോടാഫിന്റെ കമാനത്തിലൂടെ നോക്കുമ്പോൾ ആറ്റമിക് ബോംബ് ഡോമും അതിനു മുന്നിലെ ഫ്ലെയിം ഓഫ് പീസ് എന്ന ജ്വാലയും ഒരേ നേർരേഖയിൽ കാണാം. ലോകത്തിൽ എല്ലാ ആണവായുധങ്ങളും ഇല്ലാതാകുന്നതുവരെ ഈ ജ്വാല അണയാതെ കത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഇതിന്റെ സന്ദേശം. ഈ ജ്വാല പോണ്ട് ഓഫ് പീസ് എന്ന ശാന്തമായ ജലാശയത്തിന്റെ മധ്യഭാഗത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. സെനോടാഫ്, ഫ്ലെയിം ഓഫ് പീസ്, ആറ്റമിക് ബോംബ് ഡോം എന്നിവയെ ഒരേ അച്ചുതണ്ടിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഭാഗത്തിന്റെ രൂപകൽപ്പന. പാർക്കിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ചിൽഡ്രൻസ് പീസ് മോനുമെന്റ്. ആണവ ബോംബാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എല്ലാ കുട്ടികളുടെയും സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ സ്മാരകം ഓരോ സന്ദർശകന്റെയും മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ്. ആണവ വികിരണത്തെ തുടർന്ന് ലുക്കീമിയ ബാധിച്ച് മരണം കാത്തു കഴിയവേ 1000 കടലാസു കൊക്കുകൾ നിർമ്മിച്ച സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് ഈ സ്മാരകം. സ്മാരകത്തിന്റെ മുകളിൽ സഡാക്കോയുടെ പ്രതിമയും താഴെ കടലാസു കൊക്കിന്റെ രൂപത്തിലുള്ള സമാധാന മണിയും സ്ഥാപിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഈ മണി മുഴക്കി യുദ്ധത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും ലോക സമാധാനത്തിനായുള്ള തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കാനും കഴിയും. ഇനി നമുക്ക് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം കാണാൻ പോകാം. പീസ് മെമ്മോറിയൽ പാർക്കിനുള്ളിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആണവ ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമയിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവിച്ചവരുടെ ജീവിത കഥകളുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിൽ ഒന്നിന്റെ നേർക്കാഴ്ചയാണ് ഈ മ്യൂസിയം സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയ്ക്ക് മുകളിൽ ലിറ്റിൽ ബോയ് എന്ന ആണവ ബോംബിടുന്നു. ഭൂമിയിൽ എത്തുന്നതിനു മുൻപ് തന്നെ ബോംബ് പൊട്ടുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നഗരത്തിന്റെ വലിയൊരു ഭാഗം അതിശക്തമായ ചൂടിലും സ്ഫോടന തരംഗത്തിലും തകർന്നടിഞ്ഞു. മ്യൂസിയത്തിൽ ആക്രമണത്തിന് തൊട്ടുമുമ്പുള്ള ഹിരോഷിമയുടെ ദൈനംദിന ജീവിതം ഫോട്ടോകളിലൂടെയും വീഡിയോ ദൃശ്യങ്ങളിലൂടെയും അവതരിപ്പിച്ചിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും തിരക്കേറിയ തെരുവുകളും പതിവ് പോലെ ആരംഭിച്ച ഒരു പ്രഭാതവും അതിലൂടെ കാണാം.
തുടർന്ന് ബോംബ് പൊട്ടിത്തെറിക്കുന്നതും ആണവ മഷ്റൂം മേഘം ആകാശത്തേക്ക് ഉയരുന്നതും നഗരം നിമിഷങ്ങൾക്കകം തകർന്നു പോകുന്നതും ദൃശ്യാവിഷ്കാരങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഹിരോഷിമയുടെ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആരെയും നടുക്കുന്നതാണ്. പൊള്ളലേറ്റവരുടെ ചിത്രങ്ങൾ, കുട്ടികളുടെ ഭാഗികമായി കത്തിയ വസ്ത്രങ്ങൾ, ഉരുകിയ വസ്തുക്കൾ, വ്യക്തിഗത ഉപകരണങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ പ്രദർശന വസ്തുവും യുദ്ധം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ച ദുരന്തത്തിന്റെ നിശബ്ദ സാക്ഷ്യങ്ങളാണ്. ആണവ വികിരണം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളും ഈ മ്യൂസിയത്തിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരത ഒരിക്കലും ആവർത്തിക്കരുതെന്ന ശക്തമായ സന്ദേശമാണ് ഈ മ്യൂസിയം ലോകത്തിനു മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് നഗരത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഹിരോഷിമ കാസിലിലേക്ക് പോകാം. 1945 ആണവ ബോംബാക്രമണത്തിൽ തകർന്ന ഈ കോട്ട പിന്നീട് പഴയ രൂപത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് കാണുന്ന പ്രധാന ഗോപുരം പുറംകാഴ്ചയിൽ പഴയ ജാപ്പനീസ് ശൈലി അതേപടി നിലനിർത്തുന്നുണ്ടെങ്കിലും അതിന്റെ പുനർനിർമ്മാണത്തിൽ ആധുനിക കോൺക്രീറ്റ് നിർമ്മാണ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു യഥാർത്ഥ ജാപ്പനീസ് കോട്ടയുടെ പ്രതീതി ഇത് സന്ദർശകർക്ക് നൽകുന്നു. 5 നിലകളുള്ള പ്രധാന ഗോപുരമാണ് കോട്ടയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ഇതിനു ചുറ്റുമായി കവാടങ്ങൾ, മതിലുകൾ, കാവൽ ഗോപുരങ്ങൾ, മറ്റ് അനുബന്ധ നിർമ്മിതികൾ എന്നിവയും കാണാം. പരമ്പരാഗത ജാപ്പനീസ് വാസ്തുവിദ്യയുടെ മനോഹാരിത ഓരോ നിർമ്മാണ ഘടകത്തിലും പ്രകടമാണ്. ഇപ്പോൾ ഈ കോട്ട ഒരു മ്യൂസിയമായാണ് പ്രവർത്തിക്കുന്നത്. ഹിരോഷിമയുടെ ചരിത്രം, ഫ്യൂഡൽ കാലഘട്ടം, സമുറായിമാരുടെ ജീവിത രീതി, ആയുധങ്ങൾ, കവചങ്ങൾ, ചരിത്രരേഖകൾ, കോട്ടയുടെ വികാസം എന്നിവയെക്കുറിച്ചുള്ള നിരവധി പ്രദർശനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹിരോഷിമയുടെ ചരിത്രവും ജാപ്പനീസ് സംസ്കാരവും മനസ്സിലാക്കാൻ ഈ മ്യൂസിയം മികച്ച അവസരം നൽകുന്നു. അടുത്തതായി നമുക്ക് ഹിരോഷിമ നഗരത്തിലെ ഏറ്റവും മനോഹരമായ ബുദ്ധമത ക്ഷേത്രങ്ങളിലൊന്നായ മിറ്റാക്കി ദേര ടെമ്പിളിലേക്ക് പോകാം. മിറ്റാക്കി മലയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ AD 809 സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് വിവിധ കാലഘട്ടങ്ങളിലായി ക്ഷേത്ര സമുച്ചയം വികസിപ്പിക്കുകയും നിരവധി നിർമ്മിതികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിൽ ഒന്നാണ് പരമ്പരാഗത ജാപ്പനീസ് ശൈലിയിലുള്ള 2 നില തഹോട്ടോ പഗോഡ. ഇടതൂർന്ന മരങ്ങളുടെയും പച്ചപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ പഗോഡ ക്ഷേത്രത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു. ശാന്തമായ വനാന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ക്ഷേത്ര സമുച്ചയത്തിലെ നിർമ്മിതികളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകന്ന് ശാന്തതയും പ്രകൃതി ഭംഗിയും ഒരുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ സ്ഥലമാണ്. അവസാനമായി നമുക്ക് മിയാജിമ ദ്വീപിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ജപ്പാന്റെ തനത് സാംസ്കാരിക പൈതൃകം ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇറ്റ്സുഗുഷിമ ഷ്രൈൻ, മനോഹരമായ മിയാജിമ റോപ്പ് വേ, മിയാജിമ പബ്ലിക് അക്വേറിയം, പുരാതന ക്ഷേത്രങ്ങൾ, പ്രകൃതി രമണീയമായ മലനിരകൾ എന്നിവയെല്ലാമാണ് ഈ ദ്വീപിന്റെ പ്രധാന ആകർഷണങ്ങൾ. ഹിരോഷിമ നഗരത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ
മിയാജിമയിലേക്കുള്ള ഫെറി ടെർമിനലിലെത്താം. അവിടെ നിന്ന് ഫെറിയിൽ കയറിയാണ് ദ്വീപിലേക്ക് എത്തേണ്ടത്. യാത്രക്കിടയിൽ സെതോ ഉൾക്കടലിന്റെ മനോഹരമായ കാഴ്ചകളും മലനിരകൾ നിറഞ്ഞ തീരപ്രദേശങ്ങളും ഓയിസ്റ്റർ കൃഷിയിടങ്ങളും കാണാനാകും. ഷിൻഡോ മതവിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് മിയാജിമ. ദ്വീപിലെ പ്രധാന ആകർഷണം ഇറ്റ്സുകുഷിമ ഷ്രൈനാണ്. AD 593 സുയിക്കു ചക്രവർത്തിനിയുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായതെന്ന് കരുതപ്പെടുന്നു. ഷിൻഡോ മതവിശ്വാസികളുടെ ഈ ആരാധനാലയം ഏകദേശം 15 നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നു. പിന്നീട് 12ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ രൂപത്തിലേക്ക് വികസിപ്പിക്കപ്പെട്ടു. തീരത്ത് ഉയർത്തിയ തൂണുകൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വേലിയേറ്റ സമയത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ക്ഷേത്രത്തിനു മുന്നിൽ കടലിൽ ഉയർന്നു നിൽക്കുന്ന ചുവന്ന ടോറി ഗേറ്റ് മിയാജിമയുടെ ഏറ്റവും പ്രശസ്തമായ അടയാളമാണ്. വിശുദ്ധമായ ആരാധനാലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രതീകമായാണ് ഈ ഗേറ്റ് കണക്കാക്കപ്പെടുന്നത്. പണ്ട് തീർത്ഥാടകർ ബോട്ടുകളിലെത്തി ഈ ടോറി ഗേറ്റിലൂടെ കടന്നാണ് ക്ഷേത്രത്തിലെത്തിയിരുന്നത്. ക്ഷേത്രം സന്ദർശിച്ച ശേഷം മിയാജിമ ഒമോദസാൻഡോ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കും പോകാം. ദ്വീപിലെ ഏറ്റവും തിരക്കേറിയ തെരുവാണിത്. പരമ്പരാഗത ജാപ്പനീസ് കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ, മനോഹരമായ മൊമിജി മഞ്ജു മധുര പലഹാരം, പുതിയതായി തയ്യാറാക്കുന്ന ഓയിസ്റ്റർ വിഭവങ്ങൾ, പ്രാദേശിക ഭക്ഷണങ്ങൾ എന്നിവ ഇവിടെ ലഭിക്കും. ചെറിയ കടകളും പരമ്പരാഗത ശൈലിയിലുള്ള റെസ്റ്റോറന്റുകളും നിറഞ്ഞ ഈ തെരുവിലൂടെ നടക്കുമ്പോൾ മിയാജിമയുടെ തനതായ സംസ്കാരത്തെയും ജീവിത രീതിയെയും കൂടുതൽ അടുത്തറിയാൻ കഴിയും. ഷോപ്പിംഗിനും പ്രാദേശിക രുചികൾ ആസ്വദിക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്. ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി രമണീയമായ കാഴ്ചകളും സാംസ്കാരിക പാരമ്പര്യവും ഒത്തുചേരുന്ന മിയാജിമ ഹിരോഷിമ സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സുപ്രധാന ലക്ഷ്യസ്ഥാനമാണ്. ചരിത്രത്തിന്റെ ഓർമ്മകൾക്ക് ആദരവർപ്പിക്കുന്നതോടൊപ്പം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം ലോകത്തിനു പകരുന്ന ഹിരോഷിമ നഗരത്തിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ചരിത്ര സ്മാരകങ്ങൾ, ആധുനിക നഗരജീവിതം, രുചികരമായ പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ, പ്രകൃതി സൗന്ദര്യം എന്നിവ ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന നഗരമാണ് ഹിരോഷിമ. സമ്പന്നമായ ചരിത്രവും മനോഹരമായ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും ഈ നഗരത്തെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു.